ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കാം. ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കാം. ഇത് ചോറിനോടൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട എന്ത് പലഹാരങ്ങൾക്കൊപ്പമാണെങ്കിലും ഇത് നമുക്ക് വളരെ രുചികരമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഈ ചിക്കൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കാം. വൃത്തിയാക്കിയ ചിക്കനിൽ നമുക്കൊന്ന് മസാല പുരട്ടണം. അതിന് വേണ്ടി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 2 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഒരു നാരങ്ങയുടെ നീര് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിക്കൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ. നാരങ്ങ നീര് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി കറിവേപ്പില കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മസാല പുരട്ടി ചിക്കനിൽ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് ഈ മസാലയൊക്കെ ചിക്കനിലൊന്ന് പുരട്ടി വെച്ചത്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, ചെറുതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടാൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ഒന്ന് ചെറുതായി മൊരിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവാള മതി. ഒരു സവാള നല്ല കനം കുറഞ്ഞ് അരിയണം. കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ആ സവാള ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. സവാള എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി നല്ല മുരിഞ്ഞ് വരണം. അപ്പോൾ ഈ സവാളയും ഫ്രൈ ചെയ്ത സവാളയും കറിവേപ്പിലയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് ലാസ്റ്റിൽ ആവശ്യം വരും. ഇപ്പോൾ ഇത് വേണ്ട, അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 2 സവാള കൂടി വഴറ്റണം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ആ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ അല്പം എണ്ണ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. സവാളയൊക്കെ നല്ലതുപോലെ പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി അല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം. അതിനുശേഷം ഒരു 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കുന്നതുകൊണ്ട് സവാളയും അതുപോലെ നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്ക് നല്ലതുപോലെ വഴറ്റണം. സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി കൂടി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഒന്ന് നല്ലതുപോലെ വഴന്ന് വരണം. അതിന് വേണ്ടി അല്പനേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിതെല്ലാം നല്ലതുപോലെ വഴന്ന് കിട്ടും. പൊടികൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഈ എണ്ണയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. അതാകുമ്പോൾ അധികം എരിയില്ല. അതല്ല എരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സാധാ മുളക് പൊടിയും ചേർക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ഈ എണ്ണയിലൊന്ന് വഴറ്റണം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ പൊടികളൊക്കെ നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം.
പൊടികളെല്ലാം നല്ലതുപോലെ വഴന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിടണം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് നേരത്തെ നമ്മൾ സവാളയും ചേർത്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ചേർത്ത്. ഉപ്പ് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാലപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇതിന് മുകളിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലേ വെക്കാവൂ. ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അല്പനേരം ഒന്ന് അടച്ചുകൂടി വെക്കണം. ഇനി നമുക്ക് ഓപ്ഷണലായിട്ട് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഇതിൽ. അത് ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ടൊമാറ്റോ സോസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് വേണമെന്നുള്ളവർക്ക് ഒഴിച്ചാൽ മതി, വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വളരെ രുചികരമായിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും. ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും രുചികരമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈ റോസ്റ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.